പൊന്നു ചെയ്യാ ഞാൻ വിചാരിച്ചു നിനക്ക് മിനിമം ഓടാനെങ്കിലും ആരോഗ്യം ഉണ്ടാവും. നിനക്ക് ആരോഗ്യമില്ലല്ലോടെ. അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട്. എന്ത് 2 പുഷപ്പ് അടിക്കുന്നതാണോ? 2 പുഷപ്പ് 2 പുഷപ്പ് അടിക്കുന്നില്ലേ? പുറത്തുനിന്ന് ആൾക്കാരോട് പറയരുത് കേട്ടോ. ഒരു മിനിമം ഒരു 20 പുഷപ്പ് എങ്കിലും അടിക്കണം. നീരാണല്ലേ. എടാ എന്നും വെച്ച് നമ്മൾ പുഷപ്പ് അടിച്ച് നമ്മുടെ ശരീരം കളയേണ്ട വല്ല കാര്യമുണ്ട്? പുഷപ്പ് അടിച്ച് ശരീരം കളയല്ല, ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കുക ചെയ്യുന്നത്. എടാ ജീവൻ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്നെ ഒരു പട്ടി അടിക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യും? അന്നേരം പുഷപ്പ് എടുക്കണേ? ഒരു പട്ടി അടിക്കാൻ വന്നാൽ നമ്മൾ ഓടൂലേ? ഓടും. അവ പുഷപ്പ് അടിക്കുവോ? നീ രാവിലെ ഓഞ്ഞ തമാശ അടുത്ത് പറയല്ലേട്ടാ. പിന്നെ നീയല്ല പറഞ്ഞ പുഷപ്പ് അടിക്കാൻ 2 പുഷപ്പ് അടിക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. പട്ടി അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുഷപ്പ് അടിച്ചോണ്ടിരിക്കണോ? നിന്നെ കൊണ്ടൊക്കെ ഞാൻ ഈ പണിക്കിറങ്ങി എന്നെ നീ സീരിയസ് ആയിട്ട് പറയാം. നിന്നെ ഒരു പട്ടി ഓടിക്കാൻ വന്നു, നീ ശരിക്കും എന്ത് ചെയ്യും? ശരിക്കും ഞാൻ ഒരു കല്ലെടുത്തെറിയും. എനിക്ക് ഉന്നൊക്കെ ഉണ്ട്. കല്ലില്ലാത്ത സ്ഥലത്താണ് നീ നിൽക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? കല്ലില്ലാത്ത സ്ഥലത്താണെങ്കിൽ മണ്ണ് വരെ അറിയാൻ പറ്റില്ല. ഞാൻ ഓടും. ഓടില്ലേ? അല്ല പിന്നെ നമുക്ക് ജീവനിൽ കൊതിയില്ല. അതിന് ആരോഗ്യം വേണ്ടേ? അല്ല അതിന് ആരോഗ്യം വേണം. ഞാൻ പണ്ട് തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ശരി, നിങ്ങൾ ഇങ്ങനെ പുഴുപ്പടിക്കല്ലേ, കാര്യം പറ. എന്താ പ്രശ്നം? എന്താ ഉണ്ടായിപ്പോ? എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കോൾ വരുന്നുണ്ട്. നിങ്ങൾ തീരുമാനിച്ചിട്ടിരിക്കും. നീക്കെ ഞാൻ വാങ്ങി തരുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒന്ന് കോൾ വിളിച്ചോളാം. നിന്നോട് ഞാൻ ഇന്ന് പറഞ്ഞ 6 മണിക്ക് എണീറ്റ് നമ്മൾ ഇന്ന് 2 റൗണ്ട് ഓടും, പുഷപ്പ് അടിക്കും, കുറച്ച് എക്സസൈസും പരിപാടികളൊക്കെ. ഈ പുള്ളി പാട്ടിയിട്ട് ഓടിച്ച പോലെ എങ്ങോട്ടേ ഓടിപ്പോണെന്ന് അറിയാൻ പാടില്ല. അയാൾ ഓടിപ്പോന്നുണ്ടോ? ആരോഗ്യം കണ്ട അയാൾ എന്ത് തിന്നിട്ടാ? ഈ പുള്ളി പുഷപ്പൊന്നും അടിച്ചിട്ടല്ല ഈ ആരോഗ്യം. ഇവിടെ കിടക്കണ ഈ വാട്ടക്കഞ്ഞി കുടിച്ചിട്ടാണ് ഈ ആരോഗ്യം ഉള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇയാള് പുഷപ്പ് അടിക്കുന്നോ ഇല്ല നീ കണ്ടോ? അല്ലല്ലോ. അല്ല അത് പുള്ളി പുഷപ്പ് അടിക്കണ്ട, അതല്ല. അല്ലടാ അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു 3 മുട്ട വിശക്കുന്നു. അതാണ് മുട്ട ഇതിനാ സമയമായി. പുഷപ്പ് ഓട്ടം വല്ലതും കഴിക്കണ്ട. ആന്റി അറിയാണ്ട് മുട്ട എടുത്താലോ? ഇതെന്നാ പറ്റി? ഇങ്ങനെ കയ്യിൽ എവിടെ നമ്മളെ പൈസ? തലയിൽ വല്ല തേങ്ങ വീണാണോ രാവിലെ എന്നെ മുറ്റത്തുനിന്ന്? അങ്ങനെ വല്ലതും ആകാനാ സാധ്യത. മൊത്തം കിളിയും പോയ പോലെയാ. എന്നാലും ആന്റി എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ? നിനക്ക് എന്നെ വട്ടാണോ? നിനക്ക് മേക്കപ്പ് സെറ്റും ഒക്കെ മേടിച്ചു തരാൻ പോകുന്നോ? ലാപ്ടോപ്പും മേക്കപ്പ് സെറ്റ് ഒരാൾ ആഗ്രഹം കൊണ്ട് അങ്ങനെ പറയാൻ തോന്നില്ല. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എന്റെ കുഞ്ഞെ അതിയാന് വെറുതെ വെകിളി കയറി ഓരോന്ന് പറയുന്ന, നീ അത് കണ്ട് തുള്ളാൻ നിക്കണ്ട.